സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, വരുന്ന 11-ാം തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേരള സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പാണത്. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് വളരെയധികം ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്ന തിരഞ്ഞെടുപ്പാണത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക രംഗങ്ങളെല്ലാം തന്നെ വളരെയധികം സുഗമമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും നാം കൈവരിച്ചിട്ടുള്ള അന്യാദൃശ്യമായിട്ടുള്ള നേട്ടങ്ങൾ മനുഷ്യ സാഹോദര്യത്തിൻ്റെ നിറകുടങ്ങളായി ജീവിക്കുന്ന ഒരു സമൂഹത്തിനെ കഴിഞ്ഞ ദശകങ്ങളായിട്ട് വളർത്തിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതിലാണ് അതിൻ്റെ ഏറ്റവും പ്രമുഖമായ നേട്ടം. നവോത്ഥാന കാലഘട്ടം മുതൽക്ക് കേരളത്തിൽ പ്രചരിപ്പിച്ചിട്ടുള്ള സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ചിന്താഗതികൾ ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും അക്ബടാനന്ദനും ചട്ടമ്പിസ്വാമികളും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും പൊയ്കയിൽ അപ്പച്ചനും തുടങ്ങിയിട്ടുള്ള നവോത്ഥാന നായകന്മാർ, യുഗപ്രഭാവന്മാർ രാജ്യത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ഉജ്ജ്വലമായ ദർശനങ്ങളും ആശയങ്ങളും മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുകയും അത് സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കുമെതിരായി പടപൊരുതാൻ മനുഷ്യനെ ആവേശം നൽകുകയും ചെയ്തു. യുക്തിരഹിത ചിന്തകൾക്കും ശാസ്ത്രവിരുദ്ധ ചിന്തകൾക്കുമെതിരെ മനുഷ്യൻ പോരാടാൻ തുടങ്ങി. സമൂഹത്തിൽ നിലനിന്ന തൊട്ടുകൂടായ്മ, മറ്റ് തരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ, കടുത്ത യാഥാസ്ഥികമായിട്ടുള്ള ചിന്താഗതികൾ, കുടികുത്തി വാഴുന്ന ജന്മിത്വം, നാടുവാഴിത്വം, ഇതിനൊക്കെ എതിരായിട്ടാണ് ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ പോരാട്ടത്തിന് നാന്ദി കുറിച്ചത്. സാമ്രാജ്യത്വത്തിനെതിരായിട്ട്, ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരായിട്ടുമൊക്കെ പോരാട്ടം നടത്തിയ ഈ ജനത ഒരുപാട് സമരങ്ങളിലൂടെ അവരുടെ ജീവൻ പോലും ബലി കഴിക്കേണ്ടി വന്നു. ആയിരക്കണക്കിന് മനുഷ്യന്മാരാണ് സാമ്രാജ്യത്വത്തിനോട് ഏറ്റുമുട്ടിയിട്ട് ഈ കേരളത്തിൻ്റെ മണ്ണിൽ മരിച്ചു വീണത്. ജന്മിമാരുടെയും യാഥാസ്ഥിക പ്രഭുക്കന്മാരുടെയും ഭീകരമായ മർദ്ദനങ്ങൾക്കിരയായിക്കൊണ്ട് ഈ നാട്ടിലെ ദളിത് ആദിവാസി വിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അവർ ശൂദ്രന്മാരെന്നുമൊക്കെ വിളിച്ചിട്ടുള്ള പല മനുഷ്യന്മാരെല്ലാം കൊടിയ മർദ്ദനത്തിനിരയാകേണ്ടി വന്നു. അങ്ങനെയുള്ള ഭൂജന്മിമാരുടെയും സവർണ പ്രമാണിമാരുടെയും അധികാരത്വരക്കെതിരെ, ദുരധികാരത്തിനെതിരെ പടയൊരുക്കം നടത്തി ലക്ഷോപലക്ഷം ജനങ്ങൾ മുന്നോട്ട് നടന്നത് ഈ നവോത്ഥാന ചിന്തകളിൽ അടിയുറച്ചു നിന്നുകൊണ്ടും ആ ചിന്തകളുടെ സ്വാധീനത്തിൻ്റെ ഫലമായിട്ടും മാർക്സിസ്റ്റ് ചിന്തകളുടെ ഗഹനമായ സ്വാധീനത്തിൻ്റെ ഫലമായിട്ടും വളർന്നു വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വഴിയിലൂടെയാണ്. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിലാണ്. ജനങ്ങളുടെ ചിന്താഗതിയെ മാറ്റിമറിച്ചുകൊണ്ടുള്ള മനുഷ്യൻ എന്നുള്ള പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായ പ്രതിഭാസമായ മനുഷ്യൻ, ആ മനുഷ്യനാണ് എല്ലാറ്റിലും വലുത് എന്നുള്ള ചിന്താഗതി പ്രചരിപ്പിക്കപ്പെട്ട നാളുകളായിരുന്നു അത്. മനുഷ്യനേക്കാൾ വലിയൊരു പ്രതിഭാസമില്ല, പ്രപഞ്ചത്തിൻ്റെ മാനദണ്ഡം മനുഷ്യനാണെന്നാണ് കാറൽ മാർക്സ് പറഞ്ഞിട്ടുള്ളത്. മാൻ ഈസ് ദ എൻസെമ്പിൾ ഓഫ് ദ യൂണിവേഴ്സ്, മാർക്സിൻ്റെ പ്രസിദ്ധമായ വാചകമാണത്. ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പോരാട്ടത്തിൻ്റെ വീഥികളിലൂടെയാണ് സമരകാഹളം മുഴക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് നടന്നു നീങ്ങിയത് 57 മുതൽ ഇന്നേ വരെയുള്ള കേരളത്തിൻ്റെ ചരിത്രം പുരോഗമനപരമായ ചിന്താഗതികളുടെ ചരിത്രമാണ്. സവർണ മേധാവിത്വത്തിനെതിരെ, യാഥാസ്ഥിക ചിന്തകൾക്കെതിരെ, ഭൂജന്മിത്വത്തിനെതിരെ, നാടുവാഴിത്വത്തിനെതിരെ, അന്ധവിശ്വാസത്തിനും യുക്തിരഹിത ചിന്തകൾക്കുമെതിരെയുള്ള പോരാട്ടമാണ് കേരളത്തിലെ മുന്നോട്ട് നടത്തിയത്. സംഘടിതമായ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, കർഷക പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വർഗീയ ശക്തികൾക്കെതിരെ, ജന്മിത്വത്തിനെതിരെ, മൂലധന ശക്തികൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്തു. കേരളത്തിൻ്റെ വികസനത്തിനെക്കുറിച്ച് നമ്മൾ ഗഹനമായിട്ട് പരിശോധിക്കുമ്പോൾ കേരളം വികസനത്തിൻ്റെ പാതയിലേക്ക് നടന്നു നീങ്ങിയത് ലോകത്തിൽ തന്നെ വിപ്ലവകരമായിട്ടുള്ള മാറ്റം വരുത്തിയ ഭൂപരിഷ്കരണത്തിലൂടെയാണ്. മനുഷ്യൻ ജീവിക്കുന്ന ഭൂമിയിൽ തനിക്കും പങ്കുണ്ട്, താനും ഒരു തുണ്ട് ഭൂമിയുടെ ഉടമസ്ഥനാണ് എന്നുള്ള വലിയൊരു ലക്ഷ്യം കേരളം സാക്ഷാത്കരിക്കുന്നതിന്
പ്രേരകമായത് ഈ മാനവിക ചിന്താഗതിയെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സിദ്ധാന്തത്തിൽ നിന്നാണ്. മാർക്സിസം മനുഷ്യമോചനത്തിൻ്റെ പ്രത്യേക ശാസ്ത്രമാണ്. ആ മാർക്സിസ സിദ്ധാന്തത്തിന് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കേരളം 57 മുതൽ മുന്നോട്ട് നടന്നു നീങ്ങിയത്. ഭൂപരിഷ്കരണ നിയമവും ആ കാലഘട്ടത്തിൽ നടപ്പിലാക്കപ്പെടുന്ന പ്രീ പ്രൈമറി വിദ്യാഭ്യാസവും പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെയും സാർവജനീനതയും മനുഷ്യനെ ചിന്താപരമായിട്ടുള്ള ഉയർന്ന മേഖലകളിലേക്ക് നയിച്ചു. എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം കേരളം അന്ന് മുതലേ ഒരുക്കാൻ തുടങ്ങി. എല്ലാ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും എന്തെല്ലാം പരിണാമങ്ങൾ സമൂഹത്തിന് വരുമ്പോഴും അതിൻ്റെ പിന്നിലൊക്കെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് നമ്മളെപ്പോഴും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ സർഗാത്മകമാകണം. ഒറ്റ ജീവിതമേ ഏത് മനുഷ്യനുമുള്ളൂ. ആ ജീവിക്കുന്ന ജീവിതത്തിനെ സർഗാത്മകമാക്കി മാറ്റുക, സൃഷ്ടിപരമാക്കി മാറ്റുക എന്നുള്ളതാണ് മനുഷ്യരാശിയുടെ കടമ. അങ്ങനെ സർഗാത്മകമാകണമെങ്കിൽ ആ ജീവിതത്തിനെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളൊരു ജീവിതമാക്കി മാറ്റുന്നതിന് സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക, മതപരമായിട്ടുള്ള ചുറ്റുപാടുകൾ അതിനനുകൂലമായി തീരണം. അങ്ങനെയുള്ള ഒരു ചുറ്റുപാടുകൾ മനുഷ്യജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രചോദനമേകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമ്പോഴേ വികസനം നടപ്പിലാക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. അത് കണ്ടുകൊണ്ടാണ് 57 മുതലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ മുന്നോട്ട് ചലിച്ചത്. മനുഷ്യൻ്റെ സർവതോമുഖമായ വികസനം, മനുഷ്യജീവിതത്തിൻ്റെ നാനാമേഖലകളിലുമുള്ള വികസനം, അതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേക ശാസ്ത്രം. അങ്ങനെ വികസനം നടപ്പിലാക്കണമെങ്കിൽ എന്ത് വേണം? ജീവിതത്തിൽ സമാധാനം വേണം, ജീവിതത്തിൽ സ്വാതന്ത്ര്യം വേണം, ജീവിതത്തിൻ്റെ സഹിഷ്ണുത വേണം, സാഹോദര്യബോധം വേണം, സമത്വബോധം വേണം. സാഹോദര്യബോധവും സമത്വബോധവും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ആമുഖത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഭരണഘടന കൃത്യമായിട്ട് പറയുന്നു സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. അതിൽ അംബേദ്കർ തറപ്പിച്ച് പറയുന്നത് സാഹോദര്യത്തെക്കുറിച്ചാണ്. സാഹോദര്യമില്ലാതെ സ്വാതന്ത്ര്യവും സമത്വവും ഉണ്ടാകില്ല എന്ന് അംബേദ്കർ അന്നേ ജവഹർലാൽ നെഹ്റുവിനോടക്കം പറഞ്ഞിട്ടുണ്ട്. ആ സാഹോദര്യം എന്നുള്ള വാക്ക് അംബേദ്കറിന് ലഭിക്കുന്നത് തൻ്റെ ഗുരുനാഥനായിട്ടുള്ള, അല്ലെങ്കിൽ അംബേദ്കർ ഗുരുനാഥൻ എന്ന് എപ്പോഴും വിശേഷിപ്പിക്കുന്ന ശ്രീ ബുദ്ധനിൽ നിന്നാണ്. ബുദ്ധൻ ഉപയോഗിക്കുന്ന വാക്കാണ് മൈത്രി. ആ മൈത്രിയിൽ നിന്നാണ് സാഹോദര്യം എന്നുള്ള വാക്ക് അംബേദ്കർ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്ത് വയ്ക്കുന്നത്. ആ സാഹോദര്യവും സഹിഷ്ണുതയും സ്വാതന്ത്ര്യവും സമത്വബോധവും ഉണ്ടെങ്കിലാണ് വികസനം നടപ്പിലാക്കപ്പെടുകയുള്ളൂ. മതനിരപേക്ഷതയുടെ സമൂഹമായിട്ട് അങ്ങനെയുള്ളൊരു സമൂഹത്തിന് വളർന്നു വരാൻ സാധിക്കും. എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന സമൂഹമായിട്ട് അങ്ങനത്തെ സമൂഹത്തിന് പുഷ്ടിപ്പെടാൻ സാധിക്കും. എല്ലാ മതങ്ങളുടെ വിശ്വാസത്തിനെയും പരസ്പരം ബഹുമാനിക്കുകയും എല്ലാവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിനെ പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു സമൂഹമായിട്ട് ഒരു സമൂഹം വളർന്നു വരുമ്പോഴാണ് അതിൻ്റെ സമാധാനവും അതിൽ സ്വാതന്ത്ര്യവും എപ്പോഴും സമൃദ്ധമായിട്ടുണ്ടാവുക. അങ്ങനെയുള്ളൊരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൻ്റെ പ്രത്യേകത. 57 മുതൽ ഇന്നേ വരെയുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മതസാഹോദര്യത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മളെപ്പോഴും മുന്നോട്ട് ചലിച്ചിട്ടുള്ളത്. അത് ആ മതസാഹോദര്യ വീക്ഷണവും സഹിഷ്ണുതയുടെ കാഴ്ചപ്പാടുകളും കേരളത്തിൽ എപ്പോഴും സംഭാവന ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷ പ്രത്യയ ശാസ്ത്രമാണ്. അതിൽ നിന്നാണ് വികസന പ്രക്രിയകൾ ആരംഭിക്കുന്നത്. അങ്ങനെ 1957 മന്ത്രിസഭ മുതൽ ഇന്ന് നിലനിൽക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷ മന്ത്രിസഭയടക്കം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ആന്തരികമായ അർത്ഥത്തെ തേടിക്കൊണ്ടുള്ള വഴികളിലൂടെ സഞ്ചരിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറയും, ജനാധിപത്യത്തിൻ്റെ അർത്ഥപൂർണത കൈവരണമെങ്കിൽ ഇന്ത്യയിൽ അവസാനത്തിന് മനുഷ്യനും അധികാരത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് മാറണം. അധികാരം താഴോട്ടിറങ്ങി ചെല്ലണം. അധികാരം ഒരു പ്രധാനമന്ത്രിയിലോ ഒരു മുഖ്യമന്ത്രിയിലോ മാത്രം കേന്ദ്രീകരിച്ചാൽ പോരാ. അധികാരം എപ്പോഴും സാർവജനീനമാകണം. അധികാരം എപ്പോഴും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആ അധികാരത്തിൻ്റെ സ്വാദ് നുണരാനും അധികാരത്തിൻ്റെ ഫലം ആസ്വദിക്കാനും പറ്റണം. അധികാരം കേന്ദ്രീകൃത സ്വഭാവത്തിൽ നിലനിൽക്കാൻ പാടില്ല എന്ന് രാഷ്ട്രപിതാവ് എപ്പോഴും പറയുന്നതാണ്. അതുകൊണ്ടാണ് അംബേദ്കർ
ആ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ ഭരണത്തിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ കേന്ദ്രഭരണത്തിനുള്ളൊരു ഗവൺമെൻറ്റും സംസ്ഥാനങ്ങളെ ഭരിക്കാനൊരു ഗവൺമെൻറ്റും അതിൻ്റെ താഴിലേക്ക് പഞ്ചായത്തി സംവിധാനങ്ങളെക്കുറിച്ചും ഡോക്ടർ അംബേദ്കർ വിഭാവനം ചെയ്തത്. അങ്ങനെ 3 തരത്തിലുള്ള ഭരണ അധികാരികൾ നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യയെപ്പോലുള്ള മഹാരാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിന് പൂർണ്ണമായിട്ടും സാക്ഷാത്കരിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭരണഘടനാ ശില്പികളെ വിഭാവനം ചെയ്തു. നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ നിങ്ങൾ ആ വിഷമത്തിൽ സങ്കടപ്പെട്ടിരിക്കാതെ നിങ്ങൾ താഴേക്ക് നോക്കുക. നിങ്ങൾ താഴേക്ക് നോക്കുമ്പോൾ അവിടെ കണ്ണീര് വാർത്തുകൊണ്ട് ഒരു മനുഷ്യൻ ഏറ്റവും ദുരിതമനുഭവിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ നിങ്ങൾ കാണുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളെക്കാൾ എത്രയോ ഇരട്ടി ദുഃഖമുള്ളവനാണ് ആ മനുഷ്യൻ. അങ്ങനെ ഒരു മനുഷ്യനെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സങ്കടം വളരെ ചെറുതാണെന്ന് തോന്നും. അങ്ങനെ താഴെയുള്ള മനുഷ്യനെ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് പരോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടാൻ പറ്റുക. ആ മനുഷ്യനെ ചേർത്ത് പിടിക്കുക. അങ്ങനെ വിഷമത്തിനെ അതിജീവിക്കാൻ താഴെയുള്ളവനെ നോക്കി താഴെയുള്ളവൻ്റെ വേദന പങ്കിട്ടുകൊണ്ട് ആ വേദന പരിഹരിപ്പിക്കപ്പെടുന്ന രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ പേരാണ് ജനാധിപത്യം. മഹാത്മാഗാന്ധിജിയുടെ വാചകങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം. അങ്ങനെ താഴെയുള്ളവനെ നോക്കി അവനെ ചേർത്ത് പിടിച്ച് സമൂഹത്തിൻ്റെ മുന്നണിപ്പടയാളിയാക്കി മാറ്റുക, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. ആ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മനുഷ്യനാണ് പ്രാമുഖ്യം, അല്ലാതെ മതമല്ല. ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ എന്നുള്ളതിനേക്കാൾ ഉപരി മനുഷ്യനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള കടമ. 57 തുടങ്ങിയിട്ടുള്ള ഈ നൈതികതാബോധത്തിനെ വളർത്തിക്കൊണ്ടുവന്നിട്ടാണ് കേരളത്തിൻ്റെ വികസന പാതയിലൂടെ മുന്നോട്ട് ചലിക്കാൻ ഈ കേരളത്തിൻ്റെ പ്രചോദകമായ ശക്തിയായിട്ട് മാറുന്നത്. നയനാർ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നു. ആ നയനാർ സർക്കാരുടെ കാലഘട്ടത്തിൽ ഈ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാനുള്ള കൺസൾട്ടേറ്റീവ് കമ്മിറ്റികളും സെലക്ട് കമ്മിറ്റികളും ഒക്കെ രൂപീകരിക്കപ്പെട്ടു. അതിനു മുമ്പ് 1978 സഖാവ് PKV മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ ജില്ലാ പഞ്ചായത്തി രാജിനെക്കുറിച്ചുള്ള ബില്ലുകൾ അത് അവതരിപ്പിക്കപ്പെട്ടുവെങ്കിലും അത് പാസ്സായി പോയില്ല. അന്നോ തുടങ്ങി ജില്ലാ പഞ്ചായത്തിൻ്റെ അധികാര വികേന്ദ്രീകരണം വരണമെന്ന്. എന്നാൽ നയനാർ സർക്കാരുടെ കാലഘട്ടത്തിൽ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയെക്കുറിച്ചുള്ള ഗഹനമായ ചർച്ചകൾ നടന്നു. ആ ഗഹനമായ ചർച്ചകളിലൂടെ അതിനെക്കുറിച്ച് പഠിക്കാനും സൂക്ഷ്മമായി പഠിച്ച് ആ അധികാര വികേന്ദ്രീകരണം ഡിവല്യൂഷൻ ഓഫ് പവർ അത് സാർത്ഥകമാക്കാനെന്ന പ്രക്രിയയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആത്മാർത്ഥമായിട്ട് ഇടപെടാൻ തുടങ്ങി. അന്നത്തെ എക്കണോമിസ്റ്റുകളായി ഒരു പ്രമുഖനായിട്ടുള്ള ഡോക്ടർ BS സെന്നിൻ്റെ അടക്കമുള്ള കൺസൾട്ടേറ്റീവ് സെലക്ട് കമ്മിറ്റിയൊക്കെ രൂപീകൃതമായി. സഖാവ് മുഖ്യമന്ത്രിയും സഖാവ് ചന്ദ്രശേഖരൻ നായരും സഖാവ് VV രാഘവനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാപ്രതിഭകളാകുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയുടെ സെലക്ട് കമ്മിറ്റിയിൽ ഇതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാനും അത് സമഗ്രമായി ആവിഷ്കരിക്കാനും ഈ എക്കണോമിസ്റ്റുകൾക്കും മറ്റുള്ളവർക്കും പുറമെ ഇന്നത്തെ CPIയുടെ നേതാവായ പ്രകാശ് ബാബുവും അതിൽ അംഗമായിരുന്നു. അവരൊക്കെ പഠിച്ച് വിദഗ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ചു. അങ്ങനെ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ 94-95 കാലഘട്ടങ്ങളിൽ ഈ കേരളത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ട് നടപ്പിലാക്കപ്പെടാൻ തുടങ്ങി. 92 കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ ഭരണഘടനയുടെ 73-ാം 74-ാം ഭേദഗതികളിലൂടെയാണ് പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ലുകൾ ആവിഷ്കരിക്കപ്പെടുന്നത്. അന്ന് മുതൽക്കാണ് ഈ രാജ്യത്തിൻ്റെ ത്രിതല സംവിധാനത്തിന് ഏറ്റവും അധികം പ്രാമുഖ്യം കൊടുക്കണമെന്നുള്ള ചിന്താഗതിയോടുകൂടി ആ ബില്ലുകൾ പാസ്സാക്കപ്പെട്ടതെങ്കിലും അത് ഏറ്റവും ഫലവത്തായിട്ട് പ്രായോഗികവൽക്കരിക്കപ്പെട്ടതും ഫലവത്തായി അധികാരത്തിനെ ജനങ്ങളുടെ താഴെത്തട്ടിലേക്ക് കൊണ്ടുവന്നതും ഈ കേരളത്തിൽ 92-93 കാലഘട്ടങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെട്ടതും കേരളത്തിൽ സംസ്ഥാനത്തുടനീളം ആവിഷ്കരിക്കപ്പെട്ട ജനകീയാസൂത്രണത്തിലൂടെ ഈ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ നടപ്പിലാക്കുകയും അതിൻ്റെ നേതൃത്വം കൊടുത്ത് ഇച്ഛാശക്തി പ്രകടിപ്പിച്ച സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു അധികാര വികേന്ദ്രീകരണ പ്രക്രിയയുടെ പ്രവാഹം തന്നെ കേരളത്തിലുണ്ടായി. ഈ ഭരണഘടനയുടെ 73-74-ാം വകുപ്പ് ഭേദഗതികൾ നടക്കുമ്പോൾ അതിൽ കൃത്യമായി പറയുന്നു, പഞ്ചായത്ത് സംവിധാനങ്ങളിലേക്ക് 29 വിഷയങ്ങളെയാണ് അവർ മാറ്റിയെടുത്തത്. കൃഷി, ജലസേചനം, ആരോഗ്യം, വിദ്യാഭ്യാസം, റോഡ് നിർമ്മാണം, അങ്ങനെ 29 വിഷയങ്ങൾ പഞ്ചായത്തുകൾക്ക് സ്വന്തം കൈകാര്യം ചെയ്യാനും അതിനൂടെ വികസന പ്രവർത്തനങ്ങൾ നടത്താനും വലിയ കാഴ്ചപ്പാടാണ്
ആവിഷ്കരിക്കപ്പെട്ടത്. പിന്നീട് ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ അടക്കം പറയേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലെത്തി. ഇന്ത്യയിൽ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ഏറ്റവും സുഗമമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം കേരളം ആണ് എന്ന്. അന്നും അതെ, ഇന്നും അതെ. അന്ന് ആ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയിൽ ആ കമ്മിറ്റി പിന്നീട് ചർച്ച ചെയ്തത് VMS ജീവിച്ചിരിക്കുന്ന സമയത്ത് 94 VMSനോടും PKVയോടും ഡോക്ടർ KN രാജനോടും IS ഗുലാത്തിയോടും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ നേരത്തെ സൂചിപ്പിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് പുറത്തു വരുന്നതെല്ലാം. ഇതൊക്കെ കേരളത്തിൻ്റെ നടന്നൊരു ശ്ലാഘനീയമായിട്ടുള്ള ചരിത്ര സംഭവങ്ങളാണ്. ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാരം താഴത്തേക്ക് എത്തിക്കുക, അധികാരത്തിൻ്റെ പ്രതിനിധികളായി ഓരോ പൗരനെയും മാറ്റിയെടുക്കുക, സാമൂഹിക രാഷ്ട്രീയ ബോധമുണ്ടാക്കുക, വർഗീയതയ്ക്കെതിരായി മതമൗലികവാദത്തിനെതിരായി ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുക. പഞ്ചായത്ത് സംവിധാനങ്ങളിൽ മനുഷ്യൻ്റെ ജീവിത നിലവാരം ഉയർത്തണമെങ്കിൽ ഈ പറയുന്ന മതേതരത്വവും സഹിഷ്ണുതാബോധവും വേണം. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം വേണം. മനുഷ്യൻ്റെ ആരോഗ്യരംഗത്ത് മനുഷ്യനെ സേവിക്കാൻ തങ്ങളുണ്ട് എന്നുള്ളൊരു ബോധം ഭരണകൂടത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം. വിദ്യാഭ്യാസ രംഗത്ത് കയ്യെത്താത്ത ദൂരങ്ങൾക്ക് കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള സൗകര്യവും പഠിക്കാനുള്ള സാഹചര്യവും ഉണ്ടാക്കുക എന്നുള്ള വലിയൊരു വിശാല കാഴ്ചപ്പാട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടണം. ഇതൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള പലതരം വഴികളായിരുന്നു. ആ വഴികളിലൂടെയാണ് കേരളം സഞ്ചരിച്ചത്. കഴിഞ്ഞ പിണറായി ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ മന്ത്രിസഭയിൽ ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച നോളജ് ഇക്കോണമി, ആ വിജ്ഞാന സമൂഹത്തിൽ അധിഷ്ഠിതമായൊരു സാമൂഹിക ഘടന, അങ്ങനെ വിജ്ഞാനത്തിനെ തേടുകയും അറിവ് നേടുകയും ആ തേടിയ അറിവുകളിലൂടെ മനുഷ്യജീവിതത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സാമ്പത്തിക രംഗത്തുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കണ്ടുപിടിക്കുകയും അവയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും ഫിനിഷിംഗ് സ്കൂളുകളൊക്കെ ആവിഷ്കരിക്കുകയും മനുഷ്യൻ്റെ ജീവിതത്തിലെ സർഗാത്മകമായിട്ടുള്ള ചെയ്തികളെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യാനുതകുന്ന ഏറ്റവും വലിയൊരു വിജ്ഞാന സമൂഹത്തിനെ സൃഷ്ടിക്കുക. കാരണം അറിവിന് അതിരുകളില്ല. അറിവ് അനന്തമാണ്. എത്രയെത്ര അറിവ് നേടിയാലും പിന്നെയും എത്രയോ ഇരട്ടി അറിവുകൾ നേടാൻ ഓരോ മനുഷ്യനുമുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ഈ ചെറുതായിട്ടുള്ള ജീവിതത്തിൽ ആ മനുഷ്യനെ വിജ്ഞാനത്തിൻ്റെ ഒരു പ്രതീകമാക്കി മാറ്റുക. ഓരോരുത്തരുടെ വാസനയനുസരിച്ച് അവനവൻ്റെ ഉള്ളിലെ അഭിരുചിക്കനുസരിച്ച് പുതിയ വിജ്ഞാനങ്ങൾ തേടി ആ തേടിയ വിജ്ഞാനത്തിൻ്റെ ഫലപ്രദമായിട്ട് അത് തിരിച്ച് സമൂഹത്തിൻ്റെ സംഭാവന നൽകി ആ സമൂഹത്തിനെ സമ്പുഷ്ടമാക്കാനുള്ള ഒരു ഇക്കണോമിക്കൽ തിങ്കിങ് ഈ കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു പദ്ധതിയും കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ചു. ഇന്ന് കേരളത്തെക്കുറിച്ച് പുറം നാടുകളിൽ വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. നയനാർ സർക്കാരുടെ കാലഘട്ടത്തിൽ ആവിഷ്കരിക്കപ്പെട്ട പൊതുവിതരണ സമ്പ്രദായം, ആ കാലഘട്ടത്തിൽ പ്രചോദനമായിട്ട് നിലകൊണ്ടിട്ടുള്ള ആരോഗ്യ സമ്പ്രദായം, ഇതെല്ലാം കേരളത്തിന് ഉദാത്തമായ മാതൃകകളാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ശക്തമായിട്ടുള്ള സുദൃഢമായിട്ടുള്ള ജനസേവനത്തിൻ്റെ അർപ്പണബോധത്തിൻ്റെ പ്രതീകമായിട്ടുള്ള പൊതുവിതരണ സമ്പ്രദായം ആരംഭിച്ചത് നയനാർ മുഖ്യമന്ത്രിയാകുമ്പോൾ V ചന്ദ്രശേഖരൻ നായർ ഭക്ഷ്യവിതരണ വകുപ്പ് മന്ത്രിയാകുമ്പോഴാണ് മാവേലി സ്റ്റോറുകളും പൊതുവിതരണ കേന്ദ്രങ്ങളും ഒക്കെ തുടങ്ങിയത്. കോടാനുകോടി ജീവിതങ്ങൾ ഇന്നും പട്ടിണി അനുഭവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ലോകപ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ അമർത്യ സെന്നിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 വർഷം കഴിഞ്ഞിട്ടുള്ള ഈ നാളുകളിലും 32% പേർക്കും ഇന്നും ദാരിദ്ര്യരേഖയ്ക്ക് കീഴെ താമസിക്കണമെങ്കിൽ എന്താണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ അർത്ഥം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം? അങ്ങനെ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സുകൾ നമ്മുടെ മുന്നിലുണ്ട്, കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ കേരളത്തിൽ ഈ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ മനുഷ്യന് ആവശ്യമായിട്ടുള്ള നിത്യോപയോഗ വസ്തുക്കൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമൊരുക്കുകയും ന്യായവിലയ്ക്ക് അത് ജനങ്ങളിലേക്ക് വിതരണം ചെയ്യുക എന്നുള്ള സ്തുത്യർഹമായിട്ടുള്ള ഒരു നടപടി ആ കാലഘട്ടത്തിലൂടെ ആവിഷ്കരിക്കപ്പെട്ടു. ജനങ്ങൾ അതിൻ്റെ ഗുണം ലഭിച്ചു. കൃഷിഭവനുകൾ നടപ്പിലാക്കി. ഈ കേരളത്തിൽ പവർ കട്ടില്ലാത്തൊരു സമൂഹത്തിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ആ കാലഘട്ടത്തിൽ ശിവദാസ് മേനോൻ എന്ന് പറയുന്ന വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായ കാലഘട്ടത്തിൽ അതിൻ്റെ ശക്തമായ നടപടികൾ ആരംഭിച്ചു. ഇന്ന് കേരളത്തിൽ പവർ കട്ടില്ലാത്തൊരു പ്രദേശമാണ്. പവർ കട്ട് എന്താണെന്ന് ഇന്നത്തെ കുട്ടികൾക്കറിയില്ല. പിണറായി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റുള്ള ഈ കേരളത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ 9.5 കൊല്ലത്തിനുള്ളിലാണ് 5.5 ലക്ഷം പേർക്ക് പട്ടയം വിതരണം ചെയ്തു. 5.4 ലക്ഷം ജനങ്ങൾക്ക് ലൈഫ് പദ്ധതികൾ മുഖേന വീടുകൾ നിർമ്മിച്ചു കൊടുത്തു. പഴയ കാലഘട്ടത്തിൽ EMS ഭവന പദ്ധതിയും MN
സഖാവ് എം എൻ സ്മാരക ഭവന പദ്ധതിയുമൊക്കെ ലക്ഷം വീട് പദ്ധതിയൊക്കെ കണ്ടിട്ടുള്ള കേരളത്തിൽ അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ലൈഫ് പദ്ധതിയിലൂടെ ആയിരക്കണക്കിന് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത്. സുഗമമായ സഞ്ചാരം, സൗകര്യപ്രദമായ സഞ്ചാരം, സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ, ഇതൊന്നുമില്ലാതെ ഒരു സംസ്ഥാനത്തിനോ ഒരു പ്രദേശത്തിനോ വികസിക്കാൻ സാധിക്കുകയില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേ 66 പല സ്ഥലത്തും അത് പണി പൂർത്തീകരിച്ചു, പലതും കുറച്ചു കാലത്തിനുള്ളിൽ പൂർത്തീകരിക്കപ്പെടും. എന്തൊരു ഗംഭീരമായിട്ടുള്ള വികസന പ്രക്രിയയാണ് നടക്കുന്നത്. മാർക്സിൻ്റെ പ്രസിദ്ധമായ വാചകമുണ്ട്, വികസനം മനുഷ്യന് വേണ്ടിയിട്ടാകണം, അല്ലാതെ മനുഷ്യൻ വികസനത്തിന് വേണ്ടിയിട്ടാകരുത്. ഏത് വികസന പ്രക്രിയകളെയും നമ്മൾ സ്വാഗതം ചെയ്യണം. ആ വികസനം വരുമ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യനെ ഉപദ്രവിക്കാതെ വേണം ആ വികസന പ്രക്രിയ നടത്താൻ. ഈ വലിയ ഗതാഗതത്തിന് വേണ്ടിയിട്ട് റോഡിൻ്റെ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ന്യായമായിട്ടുള്ള നഷ്ടപരിഹാരം ഭൂമിക്കും മറ്റും കൊടുത്തുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ റോഡിന് വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുത്തത്. അതൊരു ഇടതുപക്ഷ രാഷ്ട്രീയമാണ്, അതൊരു ഇടതുപക്ഷത്തിൻ്റെ ദിശാബോധമാണ്, ഇടതുപക്ഷത്തിൻ്റെ നിശ്ചയദാർഢ്യമാണ്. അങ്ങനെ നിശ്ചയദാർഢ്യത്തോടുകൂടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സഖാവ് പിണറായി വിജയനും മന്ത്രിമാരും കേരളത്തിൽ ഇന്ന് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ കേരളം അനുഭവിച്ചു. നിപ്പ പ്രതിസന്ധി, കോവിഡ് പ്രതിസന്ധി, പ്രളയം, വയനാട് ദുരന്തം, അതിഭീകരമായിട്ട് പ്രകൃതി ദുരന്തങ്ങൾ മുഴുവൻ അനുഭവിച്ചപ്പോഴും കേരളം അചഞ്ചലമായി ആത്മവിശ്വാസത്തോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി അതിനെ അതിജീവിക്കാൻ എല്ലാവരുടെയും ഒത്തൊരുമയുടെ ഫലമായി, എല്ലാവരും കൂട്ടമായി അധ്വാനിച്ചതിൻ്റെ ഫലമായി കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് നീങ്ങാൻ സാധിച്ചു ഈ ഗവൺമെൻറ്റിനും കേരളത്തിലെ ജനങ്ങളും. കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായി കേരളത്തിനെ എല്ലായ്പ്പോഴും ബുദ്ധിമുട്ടിക്കുന്നു, ഇപ്പോഴും ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നു. വയനാട് ദുരന്തത്തിൽ, അതിൻ്റെ പ്രകൃതി ദുരന്തത്തിൻ്റെ ഏറ്റവും ഭീകരമായ കെടുതികൾ അനുഭവിച്ചപ്പോഴും നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് 2200 ചില്ലുവാൻ കോടി രൂപ ഇതേവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. തുച്ഛമായ എന്തോ ഒരു സംഖ്യ തന്നുകൊണ്ട് കേരളത്തിന് നൽകിയിട്ടുള്ള അരിയുടെ പൈസ പോലും ഈടാക്കിയവരാണവർ. അത്രമായ മനുഷ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു കേന്ദ്ര ഭരണകൂടം, മതം പറഞ്ഞും ജാതി പറഞ്ഞും മനുഷ്യനെ വിഭാഗീയ ചിന്താഗതികളുടെ പ്രതീകങ്ങളാക്കി മാറ്റുന്ന കേന്ദ്ര ഭരണകൂടം, തൊഴിലില്ലായ്മ ഭീകരമാകുമ്പോഴും സാമൂഹിക അസമത്വവും സാമ്പത്തിക അസമത്വവും വർദ്ധിച്ചുകൊണ്ട് ഈ രാജ്യത്ത് വളർന്നു വരുമ്പോഴും കേന്ദ്രം ഭരിക്കുന്ന BJPക്കും അവരെ നിയന്ത്രിക്കുന്ന RSSനും പറയാനുള്ളത് മതവും ജാതിയും അമ്പലത്തിൻ്റെ കഥകളും മാത്രമാണ്. ഇതല്ലല്ലോ രാഷ്ട്രീയം. രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ളതാണ്. രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്തിക്കൊണ്ട്, ജനങ്ങളുടെ ജീവിതത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ സംവിധാനത്തിനും അടിത്തറയുണ്ടാക്കുക എന്നുള്ളതാണ്. ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലാണ് ഈ പഞ്ചായത്ത് രാജ് സംവിധാനം. ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണത്. മനുഷ്യൻ്റെ അഭിപ്രായം പറയണം, മനുഷ്യൻ്റെ ചിന്തകൾ പ്രവഹിക്കപ്പെടണം. ആ അഭിപ്രായങ്ങൾ വ്യത്യസ്തതകളുണ്ടെങ്കിൽ ആ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു ദാർശനിക ചരിത്ര പാരമ്പര്യമുള്ള രാജ്യത്ത് വൈവിധ്യങ്ങൾ വേണ്ട, ഏകസ്വരത്തിലുള്ള അഭിപ്രായം പറഞ്ഞാൽ മതിയെന്ന് ശഠിക്കുന്ന ഈ ഫാസിസ്റ്റ് ശക്തികളുണ്ടല്ലോ കേന്ദ്രം ഭരിക്കുന്നവർ, അവരുടെ രാഷ്ട്രീയമല്ല കേരളത്തിൽ വേണ്ടത്. ആ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെ പ്രതിരോധിക്കുന്ന ശക്തമായ സംസ്ഥാനമാണ് കേരളം. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രത്യയശാസ്ത്രമാണ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രമുഖമായിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടേണ്ടത്. സാമൂഹിക ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നു. എന്തൊരു പ്രതിജ്ഞാബദ്ധതയാണത്, എന്തൊരു ധാർമ്മികതയാണത്. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് സാമൂഹിക പെൻഷൻ കൊടുക്കുന്നു. ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾക്ക് 1000 രൂപ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. തൊഴിലില്ലാത്ത യുവാക്കൾക്ക് അവരുടേതായിട്ടുള്ള സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നു. ഇങ്ങനെ ഏതാണ്ട് 1 കോടിയോളം വരുന്ന ജനതയ്ക്ക് ഈ ആനുകൂല്യങ്ങളും ക്ഷേമ പെൻഷനുകളും നടപ്പിലാക്കിക്കൊണ്ടൊരു ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായിട്ട് ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ഈ കാലഘട്ടത്തിലും അതിന് ഗവൺമെൻറ് ഒരുമ്പെടുന്നു. ആ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യപ്പെടുന്നു. വാക്കുകളില്ലാത്ത മാത്രമല്ല പ്രവർത്തന രൂപത്തിൽ അത് കാണിച്ചു കൊടുക്കുന്നു ഇടതുപക്ഷ നേതൃത്വം എന്നുള്ളതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ പ്രതിജ്ഞാബദ്ധത. അത് ഈ രാജ്യത്തിലെ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കാനും. ജനങ്ങൾക്ക് ബോധവാന്മാരാണ്, ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്, ജനങ്ങൾ വിവേകികളാണ്. ആ ജനങ്ങളുടെ വിവേകത്തിനെ ചോദ്യം ചെയ്യാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും മുതിരണ്ട. ഇടതുപക്ഷം എപ്പോഴും ചർച്ച ചെയ്യുന്നതും സംവാദത്തിലേർപ്പെടുന്നതും ഗഹനമായ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട്,
കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നേടിയെടുത്തിട്ടുള്ള വലിയ വലിയ ഡെവലപ്മെൻറ്റ്സ്, വലിയ 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 പദ്ധതികൾ, എല്ലാ ഗവൺമെൻറ് സ്കൂളുകളുടെയും വികസിതമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ, വലിയ ലബോറട്ടറികൾ, വലിയ ലൈബ്രറികൾ, ഇതൊക്കെ നമുക്കൊരു കാലഘട്ടത്തിൽ അചിന്തനീയമായിരുന്നു. ഇന്ന് വിദ്യാർത്ഥികൾക്ക് അവിടെ ചെന്നുകൊണ്ട് സുഗമമായ ഒരു അന്തരീക്ഷത്തിൽ സർഗശേഷിയെ പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ്റെ ആന്തരികമായിട്ടുള്ള അന്തർലീനമായിട്ടുള്ള കഴിവുകളെ മുഴുവൻ പ്രകടിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഗവൺമെൻറ് സ്കൂളുകളിൽ ഇന്ന് അനുഭവവേദ്യമാകുന്നു. അധ്യാപകന്മാരും കുട്ടികളും തമ്മിലുള്ള സൗഹാർദ്ദ ബന്ധവും അക്കാഡമിക് വൈദഗ്ധ്യത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു അന്തരീക്ഷവും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളം വിദ്യാഭ്യാസത്തിൻ്റെ നെറുകയിൽ കയറി നിൽക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ സംശയമില്ല. ഇങ്ങനെ ഒരുപാട് ഗുണഗണങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് എല്ലാ ഗുണങ്ങൾക്കെതിരായി കണ്ണടച്ചുകൊണ്ട് ദോഷം മാത്രം പറയുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ അത് അവരുടേതായിട്ടുള്ള കുഴപ്പങ്ങൾ കൊണ്ട് മാത്രം. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടൊരു പ്രശ്നമാണ് ദോഷേകതൃക്കാവുക എന്നുള്ളത്. എന്തു ഗുണം കണ്ടാലും നല്ലത് പറയില്ല, ദോഷം മാത്രം പറയുന്ന ഒരു ജീർണിച്ച രാഷ്ട്രീയ സംസ്കാരം വളർന്നു വരാൻ പാടില്ല. ആര് നല്ലത് ചെയ്താലും അതിനെ അഭിനന്ദിക്കുന്നവനാകണം മനുഷ്യൻ. മറ്റുള്ളവരെ അഭിനന്ദിക്കുക, മറ്റുള്ളവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളതായിരിക്കണം ഇടതുപക്ഷ രാഷ്ട്രീയം. ഇന്ന് കേരളത്തിനെക്കുറിച്ച്, ഈ കേരളത്തിൻ്റെ വികസന സങ്കല്പങ്ങളെക്കുറിച്ച്, അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, കൊളംബിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ ചർച്ച നടക്കുകയാണ്. അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഡോക്ടർ അമർത്യ സെൻ പറയുന്നുണ്ട് മോഡി ഗവൺമെൻറ്റിനോട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ കേരളത്തിൻ്റെ വികസനത്തിനെ കണ്ടുപഠിക്കുക എന്നുള്ളത്. ഇന്ന് ലോകത്തിലെ മറ്റൊരു സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ ജെഫ്രി സാച്ച്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന പൊളിറ്റിക്കൽ ഇക്കണോമിക് പ്രൊഫസറാണ് ഡോക്ടർ ജെഫ്രി സാച്ച്. സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരം അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ ജെഫ്രി സാച്ച് കേരളത്തിൻ്റെ ഡിവല്യൂഷൻ ഓഫ് പവർ ഇൻ കേരള എന്നുള്ളൊരു പ്രബന്ധം തന്നെ അദ്ദേഹം അവിടെ യൂണിവേഴ്സിറ്റിയിൽ തയ്യാറാക്കി അവതരിപ്പിച്ചു കഴിഞ്ഞു. മറ്റൊരു ലോകപ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ തോമസ് പിക്കിറ്റി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ കേരളത്തിൻ്റെ അധികാര വികേന്ദ്രനെക്കുറിച്ചും ജനജീവിത നിലവാരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഡോക്ടർ അംബേദ്കർ പഠിച്ച യൂണിവേഴ്സിറ്റിയാണ്. ഭാരതന്മാർ പഠിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പല കുട്ടികളും പഠിക്കുന്നുണ്ട്. അവിടുത്തെ ലോകപ്രശസ്ത സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ കേരളത്തിനെ, വികസനത്തിന് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ നടത്തുന്നു, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു. ഗഹനമായിട്ടുള്ള ചർച്ചകളിലൂടെ ആ കുട്ടികൾ അത്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരും കേൾക്കുന്ന കുട്ടികളുമൊക്കെ നിരന്തര സംവാദങ്ങളിൽ ഏർപ്പെടുന്നു. ലോകപ്രശസ്ത സാമ്പത്തിക വിദഗ്ധന്മാരുടെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെ കേരളത്തിനെക്കുറിച്ചുള്ള ഈ പല ചർച്ചകളും നടത്തപ്പെടുന്നു എന്നൊന്ന് ലോകത്തിലെ പല സ്റ്റാറ്റിസ്റ്റിക്സുകളും നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നു. സോ കേരള ഹാസ് അറ്റൈൻഡ് എ ഹ്യൂജ് ഡെവലപ്മെൻറ്റ്. ആ ഡെവലപ്മെൻറ്റ് കേരളത്തിലുണ്ടാകാൻ കാരണം ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ അഗാധമായ സ്വാധീനം കൊണ്ടാണ്. കേരളത്തിൻ്റെ ബോധമനസ്സിലും ആ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ബോധമുണ്ടല്ലോ, പൊതുജന സേവനത്തിൻ്റെ ബോധം, മാനവികതാ ബോധം, മനുഷ്യത്വത്തിൻ്റെ ബോധം. അത് വളർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ. മാനവിക മോചനത്തിൻ്റെ സിദ്ധാന്തം, ആ മനുഷ്യമോചനത്തിൻ്റെ സിദ്ധാന്തമാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളിലൂടെ. അങ്ങനെ മനുഷ്യനെ സ്നേഹിക്കുക, മാനവികതയെ ചേർത്ത് പിടിക്കുക, വർഗീയതയ്ക്കെതിരായിട്ട് പടയൊരുക്കം നടത്തുക, ഫാസിസ്റ്റ് ചിന്താഗതികളെ സമൂലം എതിർത്തുകൊണ്ട് മനുഷ്യനാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. അങ്ങനെ നീങ്ങിയിട്ടാണ് 57 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് നീങ്ങിയതും കേരളത്തിനെ മുന്നോട്ട് ചലിപ്പിച്ചതും. നമ്മുടെ മുന്നിൽ കാണുന്ന വിഴിഞ്ഞം തുറമുഖവും ഗെയിൽ ഗ്യാസ് പദ്ധതിയും, അങ്ങനെ ഒരുപാട് വികസന പ്രക്രിയകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ ആതുര ശുശ്രൂഷ രംഗത്ത് കാഴ്ചവെച്ചിട്ടുള്ള മഹത്തരമായിട്ടുള്ള സേവനങ്ങൾ ലോകത്തിലെ പല രാജ്യങ്ങളും നമ്മളെ പ്രശംസിച്ചു. ഐക്യരാഷ്ട്രസഭ പോലും കേരളത്തിനെ ആ കാലഘട്ടത്തിൽ പ്രശംസിച്ചു. ഏറ്റവും വികസിത രാജ്യങ്ങൾ അമേരിക്കയിലും ഇറ്റലിയിലും ലണ്ടനിലുമൊക്കെ നടന്നിട്ടുള്ള കോവിഡ് കാലഘട്ടത്തിലെ പ്രതിസന്ധികൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ നമ്മളെങ്ങനെ ഇതിനെയൊക്കെ വിജയിക്കുന്നത്? ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ, മൂലധന ശക്തികളും കേന്ദ്ര ഗവൺമെൻറ്റുകളും നമുക്കെതിരാണ്. ഒരാളും ഒരു സാമ്പത്തിക സഹായവും തരുന്നില്ല. പക്ഷെ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒപ്പം പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയുണ്ട്. ആ ശക്തിയുടെ പേരാണ് മനുഷ്യശക്തി. ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് നീങ്ങുന്നത്. കാരണം മനുഷ്യനേക്കാൾ വലിയ ശക്തിയിൽ ലോകത്തിലില്ല എന്ന് പറഞ്ഞത് കാറൽ മാർക്സ് ആണ്, പിന്നെ മഹാത്മാഗാന്ധിയാണ്.
ആ രണ്ട് ഉജ്ജ്വലന്മാരായിട്ട് യുഗപുരുഷന്മാരുടെ ആ വലിയ ദാർശന്യം ഉണ്ടല്ലോ, അതാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. മനുഷ്യനെ ചേർത്ത് പിടിക്കുക, അതിൽ വകഭേദങ്ങളില്ല, ജാതിമത വ്യത്യാസങ്ങളില്ല. അങ്ങനെ എല്ലാവരെയും ഒത്തുപിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ കൂടെ നടക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കടമ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഉത്തരവാദിത്വം. അതാണ് അതിൻ്റെ ചാലകശക്തിയായിട്ട് ഇടതുപക്ഷം മാറാൻ കാരണം. ഇടതുപക്ഷത്തിനെ ചലിപ്പിക്കുന്നത് മനുഷ്യനാണ്, മനുഷ്യൻ്റെ ചിന്തയാണ്, മനുഷ്യൻ്റെ വാക്കാണ്, മനുഷ്യൻ്റെ പ്രവൃത്തിയാണ്. ആ വാക്കും ചിന്തയും പ്രവൃത്തിയും സമന്വയിപ്പിക്കുമ്പോൾ മഹത്തരമായിട്ടുള്ള ചരിത്രം കുറിക്കപ്പെടുന്നു. അങ്ങനെ മഹത്തരമായ ചരിത്രത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഈ വികസന പ്രക്രിയകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഈ വികസനങ്ങൾ തുടരാനും മനുഷ്യജീവിതത്തിൻ്റെ നിലവാരം ഉയർത്താനും മനുഷ്യൻ്റെ സാഹോദര്യബോധത്തിലും സഹിഷ്ണുതയിലും സമത്വബോധത്തിലും സ്വാതന്ത്ര്യത്തിലുമെല്ലാം അടിയുറച്ചുകൊണ്ട് നിലനിന്ന് പോകാൻ ഇടതുപക്ഷത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനം സുഗമമാകണം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തമാണ് അതിദാരിദ്ര്യവിമുക്തമായി കേരളം പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലെ സുവർണലിപികളാൽ എഴുതപ്പെട്ടിട്ടൊരു സംഭവമായിരുന്നു. ഇന്ത്യയിലെ കുത്തക ദേശീയ പത്രങ്ങൾ, ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദു തുടങ്ങിയിട്ടുള്ള പത്രങ്ങളടക്കം മുഖപ്രസംഗം എഴുതി കേരളം നേടിയിട്ടുള്ള അതിശ്ലാഘനീയമായ നേട്ടത്തെക്കുറിച്ച്. മറ്റ് ഇന്ത്യയിലെ ബൂർഷ്വാ ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞില്ല, കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്തു. കേരളത്തിലെ പ്രതിപക്ഷം അതിൽ പങ്കെടുത്തില്ല മഹാസമ്മേളനത്തിൽ. എന്തൊരു ലജ്ജാകരമായ സ്ഥിതിവിശേഷമാണത്. വലിയൊരു അഭൂതപൂർവമായ ചരിത്ര സംഭവത്തിൻ്റെ കേരളം സാക്ഷ്യം വഹിച്ചപ്പോൾ 4.5 കൊല്ലത്തിൻ്റെ സൂക്ഷ്മമായ പ്ലാനിങ്ങിലൂടെ, പഠനത്തിലൂടെ, അപഗ്രഥനത്തിലൂടെ നിരവധി ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും IASകാരും അല്ലെങ്കിൽ വില്ലേജ് തല ഓഫീസർമാരും മറ്റുള്ള തഹസിൽദാരുമാരും ഒക്കെ പ്രവർത്തിച്ച്, കുടുംബശ്രീകളും ജനപ്രതിനിധികളും എല്ലാവിധ ആൾക്കാരും കൂടി ഇവിടെ അധ്വാനിച്ച് വിയർപ്പൊഴുക്കിയിട്ട് സൂക്ഷ്മ പരിശോധന നടത്തി മലയോരങ്ങളിലും പുഴയോരങ്ങളിലും വനാന്തരങ്ങളിലുമൊക്കെ നടന്ന് ഈ ഏറ്റവും കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ മൈക്രോ പ്ലാനിങ്ങിലൂടെയും വിവിധ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെയും തിരഞ്ഞെടുത്ത് അവരെ ആ അതിദാരിദ്ര്യ വിമുക്തരാക്കുന്ന ചരിത്ര സംഭവത്തിന് നാന്ദി കുറിക്കപ്പെടുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം അതിനെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. എന്തൊരു പാത്തറ്റിക്കാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക. ഒരു പ്രദേശം, ഒരു രാജ്യം ചരിത്ര സംഭവത്തിന് നാന്ദി കുറിക്കുമ്പോൾ അവരെല്ലാവരെയും അത് ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് ഗമിക്കുകയല്ലേ വേണ്ടത്. അതുണ്ടായില്ല. അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും ശത്രുക്കളുണ്ടാകും. ഇടതുപക്ഷത്തിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുക്കളുള്ളത്. എല്ലാവിധ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഇടതുപക്ഷത്തിന് അഭിമുഖീകരിക്കേണ്ടി വരും ലോകചരിത്രം നോക്കുമ്പോൾ. പക്ഷേ ഇടതുപക്ഷമാകുക എപ്പോഴാണ്? പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുമ്പോഴാണ്. വിപ്ലവബോധത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മാറ്റത്തിൻ്റെ ഈറ്റുനോവ് പേറി സമൂഹത്തിൽ പരിണാമമുണ്ടാക്കുക എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് ഗമിക്കുന്ന മനുഷ്യനെയാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുക. ആ കമ്മ്യൂണിസ്റ്റുകാരൻ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷവാദത്തിൻ്റെ, ജനാധിപത്യബോധത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സ്വാതന്ത്ര്യബോധത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് ഗമിക്കണം. അതാണ് ഈ കേരളത്തിൽ എല്ലായിടത്തും നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അധികാരത്തിനെ ദന്തഗോപുരത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് താഴെ തട്ടിലുള്ള അവസാനത്തെ മനുഷ്യന് അധികാരത്തിൻ്റെ പ്രതീകമാക്കുന്ന ആ ഉജ്ജ്വലമായ മനോഹരമായ വിസ്മയാവഹമായിട്ടുള്ള ഒരു പ്രവർത്തനമില്ലേ, ആ പ്രവർത്തനത്തിൻ്റെ സാക്ഷാത്കരണമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പുകൾ. ജനാധിപത്യത്തിനെ കൂടുതൽ അർത്ഥവത്താക്കാൻ, കൂടുതൽ സമ്പുഷ്ടമാക്കാൻ, പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും അഴിമതിയിൽ നിന്നും സ്വജനപക്ഷപാതത്തിൽ നിന്നും സുതിപാഠക വൃന്ദത്തിൽ നിന്നും വിമുക്തമാക്കി അധികാരി മനുഷ്യ നീയാണ് എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ സാമൂഹിക ദർശനത്തിനെ സാക്ഷാത്കരിക്കാനുള്ള ഉജ്ജ്വലമായ പോരാട്ടമാണ് ഏത് പഞ്ചായത്തിലും, ഏത് മുനിസിപ്പാലിറ്റിയിലും, ഏത് ജില്ലാ പഞ്ചായത്തിലും നടക്കുന്നത്. അത് രാഷ്ട്രീയ പോരാട്ടമാണ്, സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഈ യാഥാസ്ഥിക ചിന്തകൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്, വർഗീയ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്, മൂലധന ശക്തികളുടെ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പേരാണ് മൃത്യു രാഷ്ട്രീയം, നിക്രോപൊളിറ്റിക്സ്, അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് ഓരോ സ്ഥാനാർത്ഥികളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ സർഗാത്മകതയുടെ പ്രതീകമാകും. വ്യക്തിപരമായിട്ടുള്ള സവിശേഷതകൾ ഒരുപാട് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. ആ സ്ഥാനാർത്ഥികളുടെ സർഗാത്മകതയും സ്ഥാനാർത്ഥികളുടെ സൃഷ്ടിപരമായ പ്രവർത്തനോന്മുഖതയും ജനം നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ
ഇടതുപക്ഷ പ്രവർത്തകന്മാർ എപ്പോഴും പറയുന്ന ഈ സർഗാത്മക രാഷ്ട്രീയം, വ്യക്തികളിൽ അന്തർലീനമായി കുടികൊണ്ടിട്ടുള്ള ഉജ്ജ്വലമായ കഴിവുകളുടെ രാഷ്ട്രീയം, അത് പ്രകടിപ്പിക്കാനുള്ള രാഷ്ട്രീയം, അത് പ്രതിഫലിപ്പിക്കാനുള്ള വേദിയാണ് ഈ പഞ്ചായത്തുകളും നഗര മുനിസിപ്പാലിറ്റികളുമെല്ലാം. അതിലേക്ക് ഒരു മാറ്റത്തിന് വേണ്ടി, മാറ്റമാണ് നിതാന്തമായിട്ടുള്ള പ്രക്രിയ, മാറ്റമില്ലാത്ത ഒറ്റ വസ്തുവേ ലോകത്തിലുള്ളൂ, അത് മാറ്റം മാത്രമാണ് എന്ന് ലോകത്തോട് പറഞ്ഞ താത്വികാചാര്യനാണ് കാറൽ മാർക്സ്. ഇടതുപക്ഷം അത് മനസ്സിലാക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാരൻ അത് മനസ്സിലാക്കുന്നു. മാറിക്കൊണ്ടിരിക്കുക, ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി, ജനങ്ങളെ കൂടുതൽ കൂടുതൽ ഫലവത്തായ, സമൃദ്ധമായ, സമാധാനത്വത്തിനും സഹവർത്തിത്വത്തിലും അധിഷ്ഠിതമായൊരു ലോകത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ മാറ്റത്തിൻ്റെ ചാലകശക്തിയായിട്ട് മാറുന്ന ഒരു വലിയ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം മുന്നോട്ട് ഗമിച്ചേ പറ്റൂ. അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ അർപ്പിതമായിട്ടുള്ള കടമ. ഇച്ഛാശക്തിയോടും കൂടി, ശുഭാപ്തി വിശ്വാസത്തോടും നിശ്ചയദാർഢ്യത്തോടും ആശയദൃഢതയോടും കൂടി മുന്നോട്ട് പോകുമ്പോൾ വിജയം സുനിശ്ചിതം. ആ വിജയത്തിൻ്റെ തിലകക്കുറി അറിഞ്ഞുകൊണ്ട്, ആ വിജയത്തിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഗമിക്കുക. അത് മനുഷ്യൻ്റെ മുന്നോട്ടുള്ള ഗമനമായിരിക്കും. അതായിരിക്കട്ടെ നമ്മുടെ നൈതികതാബോധത്തിൽ അടിയുറച്ചിട്ടുള്ള ഉത്തരവാദിത്ത ബോധം. അത് സാക്ഷാത്കരിക്കുക എന്ന് മാത്രം പറയുന്നു. ലാലിസ്സലാം.